ഹലോ ഗൈസ്, വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ പോരുന്നോ എന്നൊരു ചോദ്യം. ഞങ്ങൾ മൂന്നെണ്ണം ഓടി വണ്ടിക്കകത്ത് കയറി കേട്ടോ. വേറൊന്നുമല്ല, വെറുതെ ഇരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഡാഡി വരുന്നുണ്ടോ എന്നൊരു വിളി ചോദിച്ചില്ല. അപ്പത്തേനും ഞങ്ങൾ വണ്ടി കയറി കേട്ടോ. നമ്മുടെ ഈ കൊച്ചുപള്ളിയിലെ സെബസ്ത്യാനോസിന്റെ പുണ്യാളുടെ പെരുന്നാളാണ്, നമ്മുടെ പള്ളിയാണ് കേട്ടോ. അപ്പം നമ്മളിതേ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ നമ്മൾ കടവുവാരത്ത് വന്നതാണ്. ഇത് നമ്മുടെ യാർഡാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ വലകെട്ടി പെറുക്കലും ഒക്കെ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഡാഡി ഇവിടെ വരാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഞങ്ങളോട് പോരുന്നു എന്ന് ചോദിച്ചില്ല. ഞങ്ങൾ അങ്ങ് ചാടി അങ്ങ് കയറി കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര ചരക്ക് കുറവാണെന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ കയറിയത്. കാരണം അത്രയും നേരം പോസ്റ്റ് ആവില്ലെന്നൊക്കെ ആലോചിച്ചിട്ട് വേഗം പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിനെ എടുക്കാൻ ആളുകളില്ല എന്നുള്ള സങ്കടമില്ല കേട്ടോ. എല്ലാവരും വഴിയെ പോകുന്നവരെല്ലാവരും എടുത്ത് കളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ കുണുക്കി ഞാൻ അവിടെ നിന്ന് അമ്മ എന്ന് വിളിച്ചിട്ട് എവിടെ വീഡിയോ നോക്ക് അവിടെ വർത്താനത്തിൽ നടക്കുകയാണേ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് പുന്നാരിക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് അമ്മ പണിയുടെ തിരക്കിലായതുകൊണ്ടിട്ടാണ്. ഇപ്പോൾ ചിരിക്കാൻ പറയുമ്പോൾ ഒരു ഒന്നൊന്നര ചിരിയും ചിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത്തുവങ്കതി അങ്ങോട്ട് അങ്ങ് മാറി നേരത്തൊക്കെ വെറുതെ ഒന്ന് കൈയിട്ട് നോക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ ഞാനും കയറി നിന്ന് കേട്ടോ. ഞാനങ്ങനെ പറക്കാറില്ല. അപ്പോഴാണ് ഒരു സാധനം, ഒരു മുതൽ കേട്ടോ. നിങ്ങളിതേ കണ്ടോ, ഇത് എന്തോ ഒരു വലിയ പേര്, പല്ലിക്കോ എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ തലക്കിട്ടടിച്ച് ചത്തില്ല എന്നാണെങ്കിൽ നമ്മളെ കീറി കടിച്ചങ്ങോട്ട് മുണ്ടം കടിച്ച് കളയുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചാടിയൊക്കെ എണീറ്റ് കേട്ടോ. കാരണം അതിനെ പിടിക്കാൻ നോക്കിയിട്ട് വഴുതി പോവുകയാണ് സാർമാൻ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മറ്റേ സ്റ്റാർ ഫിഷ്, അവളെന്തൊക്കെ ഒറ്റപ്പസോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്, നീരാളി അങ്ങനെ എന്തൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് അറിയാം ഇതിൻ്റെയൊക്കെ പേര്. അപ്പോൾ അതിനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് തോന്നിച്ച് ഞാൻ ഇതൊക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഇത് അറിവിലേക്കുള്ളവരുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വലകെട്ടെ. അപ്പോൾ ഇന്ന് വലിയ സുമാറൊന്നുമില്ല. അങ്ങനെ ഞങ്ങളങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അപ്പയൊക്കെ ഇരുന്ന് അപ്പയുടെ കൂട്ടുകാരൊക്കെ പെറുക്കുകയാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൈയിട്ട് ഇച്ചിരി നേരം നിന്ന് കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴാണ് ഒന്ന് കൈയിട്ട് ഞാനൊന്ന് പെറുക്കി അങ്ങ് സിമ്പിളായിരുന്നു കേട്ടോ. ഇത് ചവറ് കുറവായതുകൊണ്ട് അങ്ങനെ പെറുക്കി. ഇതേപോലെ വലകെട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണെന്നല്ലേ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് കുറേ നേരം അങ്ങനെ നിന്നു. അടുത്ത കൊട്ട തട്ടി അങ്ങനെ ഐസ് ഇടുന്ന പരിപാടിക്ക് നടക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട്. അപ്പോൾ ഞാൻ കടവിലോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പം നല്ല വ്യൂ ആയിരുന്നേ പാലത്തിൻ്റെയൊക്കെ. അപ്പം നമ്മൾ കൊച്ചുള്ളിലേക്ക് കേട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.